ഞാനിന്ന് ഒരു ചൂര മീൻ കറി വയ്ക്കുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റുന്നത്. അതിനുവേണ്ടി ഞാൻ ചോപ്പ് ചെയ്തിട്ട് തക്കാളി വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് കുഞ്ഞ് സവാള, ചെറിയ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ച്, കറിവേപ്പില, പിന്നെ ഇഞ്ചി, പച്ചമുളക്. ഈ പച്ചമുളക് നമുക്ക് മറ്റേ സാധാ പച്ചമുളക് ഇട്ടാലും മതി. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ചൂരമീൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ പുളി സാധാ പുളിയാണ്, നമ്മുടെ സാധാരണ പുളിയാണ്. ഇത് വയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. പനിയാണ്, അതാണ് എൻ്റെ സൗണ്ട് ഇല്ലാണ്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുത്ത് അതിനായിട്ട് കടുക് പൊട്ടിയിട്ട് എണ്ണ ചൂടാൻ കടുക് പൊട്ടട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കാം, എല്ലാവർക്കും ഉണ്ടാക്കാം. കാരണം ഭയങ്കരമായിട്ടുള്ള ഇതൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി നല്ല ടേസ്റ്റായിട്ട് എടുക്കാം. നമുക്കിപ്പോൾ തേങ്ങയില്ല, അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കാനായിട്ട് സുഖമില്ല, അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തേങ്ങ ഇല്ലെങ്കിലും നമുക്ക് ചൂരക്കറി നല്ല ടേസ്റ്റായിട്ടിരിക്കും. ഭയങ്കര പ്രയാസം, ഭയങ്കര ഇൻഗ്രീഡിയൻസ് അങ്ങനെയൊന്നുമില്ല. നമുക്ക് കടുക് വറുക്കാൻ കരിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടാം. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വെറും മല്ലിപ്പൊടി, മുളക് പൊടിയും ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് വയ്ക്കാനും പറ്റും. അപ്പം കടുക് പൊട്ടി നമുക്ക് എന്ത് ചെയ്യാം, കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിനുശേഷം നമുക്ക് ഇഞ്ചി, ഞാൻ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയാണ്, ഇഞ്ചി കുറച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ തക്കാളി, ഉള്ളി, ചെറിയ കുഞ്ഞുള്ളിയാണ്, ഞാൻ ചോപ്പ് ചെയ്തെടുത്ത കുഞ്ഞുള്ളിയാണ്, അതിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിക്കാം. 5 മിനിറ്റ് വഴറ്റിയ ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് വരട്ടിയാൽ മതി. എൻ്റെ സാധാ ഫോണിലാണ് ഇതെടുക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വലിയ ഇതൊന്നുമില്ല, വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചൊന്നും വലിയ ഇതൊന്നുമില്ല. പിന്നെ വലിയ പാചകക്കാരൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണിക്കുന്നത്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് അത് ഉടഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ച് നമുക്ക് എടുക്കാം. പക്ഷേ എൻ്റെ മിക്സി ചീത്തായിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴറ്റി വരണം. അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് എന്ത് ചെയ്യും, ഇത് വരണ്ടൊക്കെ വരും. ഉപ്പിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും കഴിക്കാം. കൊച്ചു പിള്ള മക്കൾക്കായിരുന്നു അതിപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാ, കുഞ്ഞുങ്ങൾക്കൊന്നും അറിഞ്ഞില്ല, പാചകമൊന്നും അറിയാം, മീൻ വയ്ക്കാനൊന്നും അറിയാത്ത കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നമ്മളറിയാം. നമ്മളെ മക്കളൊക്കെ ഇപ്പോൾ അവരുടെ ജോലി, അവർ പഠിത്തമൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും അവരിതൊന്നും ചെയ്യില്ല. അവർക്ക് പെട്ടെന്ന് വയ്ക്കാം, നല്ല ടേസ്റ്റായിട്ട് വയ്ക്കാം. വലിയ പ്രയാസമുണ്ട്. മീൻ അറുത്ത് മേടിച്ചുകൊണ്ട് വന്ന് അത് കഴുകി ഒന്ന് എടുത്ത് വച്ചിരുന്നാൽ മതി. അപ്പം പറഞ്ഞിട്ട് പോയാൽ കുഞ്ഞുങ്ങൾ വയ്ക്കും. കാരണം ഇത് വലിയ ഇതൊന്നുമില്ല, ഭയങ്കര ഇതൊന്നുമില്ല. ഇതൊന്ന് ജസ്റ്റ് നല്ല ഒന്ന് വാടി വരുമ്പോൾ ഉണ്ടോ ഒന്ന് വെന്ത് പെട്ടെന്ന് തക്കാളി ഇതൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും. ഇത് ഗ്രേവി നന്നായിരിക്കാനായിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മൂന്ന് നമുക്കിതിലങ്ങോട്ട് കാട്ടി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചെറിയ തീയിൽ വെച്ച് ഒന്ന് എന്ത് ചെയ്യുക, മൂപ്പിക്കുക. ഇതെല്ലാം വേണ്ട മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് ആ പച്ച മണമൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത്, ഉലുവയില്ല, എൻ്റെ ഉലുവ ഉണ്ട് പക്ഷെ പൊടിക്കാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഉലുവയില്ലാത്ത. ഉലുവ ഉണ്ടെങ്കിൽ ഇടാം, കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം, നമ്മളെ കയ്യിലുള്ള ഇതല്ല ഉള്ള സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മീൻ കറിയാണ്. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും ആയില്ല. ഞാനിതെല്ലാം ഒന്ന് മൂപ്പിച്ച് നന്നായിട്ട് ഒന്ന് വരട്ടിയെടുത്ത് നന്നായിട്ട് എണ്ണ വേണമെന്ന് മാത്രമേ ഉള്ളൂ. വരട്ടി നന്നായിട്ട് എടുത്തിട്ട് നമ്മളെ കയ്യിലിരിക്കുന്ന പുളിവെള്ളം, കുറച്ച് പുളിയാണ് എടുത്തിട്ടുള്ളത്. പുളി കൂടിപ്പോകുന്ന അറിയത്തില്ല, അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി വെള്ളം വേണം. നമ്മളെന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് പുളിവെള്ളം ഇതും കൂടെ ഒന്ന് മിക്സ് ആക്കാം.
ഒന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒന്നുണ്ടോ, ഇതൊന്ന് ഉടയണം. നമ്മൾ ഈ കറി കുറുകിയത് ഒന്ന് നന്നായിട്ടൊന്ന് ഉടയണം. നന്നായിട്ടൊന്ന് തിളച്ച് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ആ കറി ഒന്ന് ഉടയിട്ട് തിളയ്ക്കട്ടെ. ഗ്രേവി ഒന്നുടഞ്ഞ് വരണം. നല്ല കുറുക്കി തന്നെ നമുക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ കുറച്ച് ഇട്ടുള്ളൂ ഉപ്പ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഗ്രേവി ഉണ്ടോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ തക്കാളി ഇനി വേകുമ്പോൾ നന്നായിട്ടങ്ങ് തക്കാളി ഉടഞ്ഞങ്ങ് ചേർന്നോളൂ. തിളച്ചിട്ടുണ്ട് കേട്ടോ. കറി തിളയ്ക്കുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. കറി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം മീനിൽ വെള്ളം ഉണ്ടായിരിക്കും. നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചാൽ എന്ത് ചെയ്യും, ആ വെള്ളം എന്ത് ചെയ്യും, ഒത്തിരി ആയിപ്പോവും. മീൻ വെന്ത് വരുമ്പോൾ നമുക്ക് ഗ്രേവിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ നന്നായിട്ട് മീനങ്ങ് താത്തി വെച്ച് കൊടുക്കുക. ഉണ്ടോ, ഇതിനുണ്ടോ നല്ലൊരു മണവും വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലതായിട്ട് ഇതിലെന്ത് ചെയ്യും, എരിവും പുളിയും ഉപ്പും എല്ലാം പിടിക്കും. മുളകും പുളി ഉപ്പും എല്ലാം കണക്കിനുണ്ട്. നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ചൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. നമ്മുടെ മീൻ കറി ഉണ്ടോ, സൂപ്പറായിരിക്കും. ഇതിട്ടിങ്ങനെ കിണ്ടി ഇളക്കാൻ പാടില്ല, കാരണം പറ്റുന്ന അറിയാം നമ്മൾ കറിയിൽ മീനൊക്കെ അങ്ങ് പൊളിഞ്ഞു പോകും. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ആരും സഹായിക്കാനൊന്നുമില്ല, ഞാൻ തന്നെയാണ് ഇതെടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈ ഇങ്ങനെ രണ്ട് സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മളൊന്ന് കറക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വെച്ചിട്ട് ഇപ്പം തന്നെ കണ്ട ഗ്രേവി കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഇത് കഴിയുമ്പോൾ ഇതിന് തന്നെ വെള്ളം എന്ത് ചെയ്യും, നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ബാക്കി വെള്ളം ഇതിൽ ഊറി വരും. നമ്മൾ മീൻ കറിയിൽ ഇങ്ങനെ മീനിലുള്ള വെള്ളം ഇങ്ങനെ വരാറുണ്ട്. അപ്പം അത് വരും. പിന്നെ നമുക്ക് ഇച്ചിരി കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നേരെ കുറച്ച് മാത്രമേ വെച്ചിരുന്നുള്ളൂ കറിവേപ്പില. നല്ലൊരു ഭംഗിയും കാണും, നല്ലൊരു ഫ്ലേവറും കിട്ടും.
ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കാം. എന്താ ഇതൊന്ന് തിളച്ച് ഇച്ചിരി കുറുകി ഇത് ഉണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് മീൻ കറി വയ്ക്കാം. ഒരു 10 മിനിറ്റ്, പിന്നെ ഒന്ന് വെന്ത് കിട്ടുന്ന പാടുകൾ ഒരു 10-20 മിനിറ്റ് നമ്മൾ വെച്ചിരിക്കുമ്പോൾ എനിക്ക് വീഡിയോ കട്ട് ചെയ്തിട്ട് വീണ്ടും എടുക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിനൊരു 10-20 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ചൂര പെട്ടെന്ന് വേവുന്നതാണ്. ഇപ്പോൾ തന്നെ നല്ല ഫ്ലേവർ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ നിങ്ങൾ വെച്ചിട്ട് അതിനെ എടുത്ത് കഴിയുമ്പോൾ എന്താ കറി നല്ല കുറുകി നല്ല ഭംഗിയായിട്ട് എന്താ അരപ്പൊക്കെ ഇതേ കഷ്ണത്തിലൊക്കെ എന്താ ചുമ എന്താ ഇത് നല്ല പ്രത്യേകത. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നമ്മളെ മക്കളൊക്കെ കോളേജിൽ പഠിക്കുന്ന മക്കളെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ, ഹോസ്റ്റലിൽ നിന്നൊക്കെ അവർ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്കിത് കാണിച്ചു കൊടുത്താൽ അവർ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് വലിയ ആർപ്പാടമൊന്നുമില്ല. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ അതെടുത്ത് പെട്ടെന്ന് ചോപ്പ് ചെയ്ത് പെട്ടെന്ന് എടുക്കാനേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്കും പ്രയാസമില്ല. തേങ്ങ അരച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിൽ തേങ്ങ അരച്ച് കുറച്ച് ചേർത്ത് കൊടുത്താലും കുറച്ചുകൂടി ടേസ്റ്റായി തേങ്ങാക്കറിയായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇച്ചിരി തേങ്ങ അരച്ച് കട്ടിക്കൊന്ന് തേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊഴിച്ചും വയ്ക്കാം. അല്ലാതെ നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. കപ്പയും ചൂരമീനൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറിന് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഒത്തിരി കറിയൊന്നും വയ്ക്കാതെ നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിത് എൻ്റെ ഹോസ്റ്റലിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് വെച്ചത്. അപ്പം ഇങ്ങനെ നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ടേസ്റ്റോട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി വേണമെങ്കിൽ നമുക്ക് കടുക് ആദ്യമേ വറുക്കാതെ വേണമെങ്കിൽ കുറച്ചുകൂടെ കടുക് വറുത്ത് കറിയിൽ ഒഴിച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. സവാളയൊക്കെ ഇട്ട് ഞാൻ ആദ്യമേ കറി വറുത്തിട്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ചെയ്ത് നോക്കണം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എനിക്കിതൊന്നും അറിയത്തില്ല. ചെയ്യുക. ഇത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വയ്ക്കുന്നത്. വലിയ ഇതായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വയ്ക്കാനായിട്ട് പറ്റും.